എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പതിവ് പോലെ ഇലക്ഷൻ സംബന്ധമായിട്ടുള്ളൊരു ചെറിയ കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. നമുക്കറിയാം, ഈ ഇലക്ഷൻ ഉപതെരഞ്ഞെടുപ്പുകൾ പ്രഖ്യാപിച്ച അന്ന് തൊട്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. പല ടിസ്റ്റുകളും പല കാര്യങ്ങളും പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും അത് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് പാലക്കാട് മണ്ഡലത്തിലാണ്. അതിൻ്റെ ഇത്തരം പ്രശ്നങ്ങൾക്ക് പിന്നിലെ പ്രധാന ഉപജ്ഞാതാക്കളെല്ലാം പതിവ് പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണുള്ളതാണ് അതിൻ്റെ ഏറ്റവും രസകരമായ വസ്തുത. കാരണം ഇവരെ ഈ ഇലക്ഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇപ്പോഴും പഴയ 90കളിലുള്ള ആ ഒരു അതേ പാറ്റേണാണ് അവർ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. അന്ന് അവരെങ്ങനെയാണോ വർക്ക് ചെയ്തത് അതുപോലെ തന്നെ ഒന്ന് സമുദായങ്ങൾ തമ്മിൽ ഭിന്നിപ്പുണ്ടാക്കുക, മതങ്ങൾ തമ്മിൽ ഭിന്നിപ്പുണ്ടാക്കുക, സ്ഥാനാർത്ഥിൻ്റെ പേരിൽ എന്തെങ്കിലും ലൈംഗികാരോപണം അല്ലെങ്കിൽ എന്തെങ്കിലും മോശപ്പെട്ട ആരോപണങ്ങൾ ഉന്നയിക്കുക, അഴിമതി അടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുക, ഇല്ലാത്ത തെറ്റ് പ്രശ്നങ്ങൾ ഉന്നയിക്കുക, ഇങ്ങനെ തുടങ്ങിയിട്ട് രാഷ്ട്രീയം സംസാരിക്കാൻ ഇല്ലാതെ ആകുമ്പോൾ ഇവർ സ്ഥിരമായിട്ടെടുക്കുന്ന ഒരു പാറ്റേണാണ് എന്ത്, അപ്പുറത്തുള്ള സ്ഥാനാർത്ഥി ആരാണോ അയാളെ എഴുതി കാണിക്കാനുള്ളത്. ഇതിന് ഏറ്റവും നല്ല രീതിയിൽ എന്താ പറയുക, ഇവർക്ക് ഇരയായ വ്യക്തിയാണ് മഹാനായ ഉമ്മൻചാണ്ടി സാർ. നമുക്കറിയാം ഉമ്മൻചാണ്ടി സാർ എത്രത്തോളം ജനകീയനായിരുന്നു, എത്രത്തോളം ജനങ്ങളിലേക്ക് ഇറങ്ങി വന്നിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്നത്തെ തമ്പുരാന്റെ മാതിരി കൊടിവെച്ച കാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിന് പകരം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളുമായി സംവദിച്ച് ജനങ്ങളുമായി ബന്ധപ്പെട്ട് താൻ ഇഷ്ടപ്പെടുന്ന ജനങ്ങളെ എന്നും എല്ലാ ഞായറാഴ്ചകളിലും പോയി കണ്ട് അദ്ദേഹം, നമുക്ക് എല്ലാവർക്കും അറിയാം, എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നാട്ടിലുണ്ടെങ്കിൽ ഞായറാഴ്ചകളിൽ പുതുപ്പള്ളി അദ്ദേഹത്തിൻ്റെ ഓഫീസിലും അദ്ദേഹത്തിൻ്റെ വീട്ടിലും അവിടെയുള്ള അദ്ദേഹത്തിൻ്റെ വീടിനോട് ചേർന്നിട്ടുള്ള പള്ളിയിലും ഒക്കെ ആയിട്ട് ചെലവഴിക്കുന്ന ആളാണ് ഉമ്മൻചാണ്ടി എന്നുള്ളത്. അത്രത്തോളം ജനങ്ങളുമായി ഇഴുകിച്ചേർന്ന ഒരു മനുഷ്യനെ പോലും ഇവർ കഴുകന്മാരെ പോലെ കൊത്തി വലിച്ച് നമ്മൾ കണ്ടതാണ്. അപ്പോൾ നമ്മുടെ എതിരാളികൾക്ക് പറയാനുണ്ടാവുന്നത് അത് അന്ന് അവരുന്നയിച്ച സെയിം അതേ കാരണങ്ങൾ വീണ്ടും സരിതയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, അതുമായി ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ, അത് ഇത് ലൈംഗിക ആരോപണം എന്ന് പറഞ്ഞിട്ട് വീണ്ടും അവർ വരും. എനിക്ക് അവരുടെ അടുത്ത് ചോദിക്കാനുള്ളത്, ഈ 8 വർഷം, ഇപ്പോൾ 9ാമത്തെ വർഷം ആണ് എൻ്റെ കാൽക്കുലേഷൻ ചെയ്യുകയാണെങ്കിൽ 9ാമത്തെ വർഷം, 9 വർഷം ആഭ്യന്തര വകുപ്പ് പിണറായി വിജയൻ കൈകാര്യം ചെയ്തിട്ട് ഈ പറഞ്ഞ പിണറായി വിജയനെതിരെ ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു തെളിവും കണ്ടുപിടിക്കാൻ സാധിക്കാതെ ആ കേസിൽ നിന്ന് സർക്കാരിൻ്റെ തന്നെ ചീഫ് സെക്രട്ടറിൻ്റെ ഉപദേശപ്രകാരം സർക്കാർ കോടതിയിൽ നിന്ന് കേസ് ഒന്ന് പിൻവാങ്ങിപ്പോയി. കാരണം ഒരു തെളിവും കണ്ടുപിടിക്കാൻ കേരള പോലീസിന് ഇന്നേ വരെ സാധിച്ചിട്ടില്ല. കാരണം അവർക്കും ഈ പറയപ്പെട്ട CPM-നും അറിയാം, ഈ അന്വേഷിക്കുന്ന പോലീസിനും അറിയാം ഒരു തെളിവും കിട്ടാൻ പോകുന്നില്ല. കാരണം അങ്ങനെ ഒരു സംഗതി നടന്നിട്ടില്ല. പലതും കെട്ടിച്ചമച്ചതും പല ഗൂഢാലോചനയിൽ നിന്ന് വിരുന്നതുമാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇതൊന്നും ഒന്നില്ല, ഈ സംഗതികളൊന്നും വില പോകുന്നില്ല എന്നുള്ളതാണ് സമീപകാലത്ത് നടന്ന സംഭവങ്ങൾ നമ്മൾ തെളിയിക്കുന്നത്. ഇവർ എത്രത്തോളം ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ടോ അത് അവർക്ക് തിരിച്ചടിയായിട്ടേ ഉള്ളൂ. ഇപ്പോൾ ലാസ്റ്റായിട്ട് നടന്ന വടകര ഇലക്ഷനിൽ കാഫിർ സ്ക്രീൻഷോട്ട് എന്നും പറഞ്ഞിട്ട് അവർ ഉണ്ടാക്കിയ കോലാഹലവും ബഹളവും ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അവസാനം എന്താ സംഭവിച്ച്, അതിൻ്റെ അന്വേഷണം നടന്ന് അത് അവസാനം കയറി ചെന്നത് CPM-ന്റെ പാർട്ടി ഓഫീസിൻ്റെ വാതിൽക്കൽക്കാണ്. ആ വാതിലിൻ്റെ സ്റ്റെപ്പ് ചവിട്ടിയ ആ നിമിഷം തൊട്ടിട്ട് കേരള പോലീസ് ആ അന്വേഷണം ഉപേക്ഷിച്ച മട്ടാവും. കാരണം അവർക്ക് മനസ്സിലായി ഇതിന് പിന്നിൽ CPM എന്നാന്നുള്ളൊരു സത്യാവസ്ഥ പോലീസിന് മനസ്സിലായതുകൊണ്ട് അവർ പിൻവാങ്ങി. ഇപ്പം ആ കേസിനെ കുറിച്ച് ഒന്നുമില്ല. അപ്പോൾ അവരിത്തരം രാഷ്ട്രീയമല്ലാത്ത വ്യക്തിപരമായിട്ടുള്ള ആരോപണങ്ങളും വ്യക്തിപരമായിട്ടുള്ള വ്യക്തിഹത്യകളും മാത്രം ചെയ്തിട്ടാണ് ഇവർ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഇപ്പോൾ ഈ പാലക്കാട് ഇലക്ഷനിൽ ഒരു ദിവസം പോലും രാഷ്ട്രീയം സംസാരിക്കാൻ അല്ലെങ്കിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ സംസാരിക്കാൻ അവർ തയ്യാറായിട്ടുണ്ടോ? എനിക്ക് ചോദിക്കാനുള്ള പാലക്കാടുകാരൊന്ന് ചിന്തിച്ച്, ഏതെങ്കിലും ഒരു സമയത്ത് ഈ പറയപ്പെട്ട സരിനോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും CPM നേതാക്കളോ അവിടെയുള്ള ജനങ്ങളെ പ്രശ്നം സംസാരിച്ചിട്ടുണ്ടോ ഒരു മാധ്യമങ്ങൾക്ക് മുമ്പിൽ? രാഹുൽ മാങ്കൂട്ടത്തിൽ എത്രയോ തവണ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ പിന്നാലെ നടക്കാതെ, എനിക്ക് നേരെയുള്ള ആരോപണങ്ങളെ പിന്നാലെ നടക്കാതെ, CPM ഉന്നയിക്കുന്ന അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾക്ക് പിന്നാലെ നടക്കാതെ
ജനങ്ങളെ പ്രശ്നങ്ങൾ സംരക്ഷണം ചെയ്യാനും ജനങ്ങളെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിച്ചിട്ടുണ്ടല്ലോ. അത് ധൈര്യമില്ലാത്ത കാരണം എന്താ? കേരള ചരിത്രത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം, ഞാനടക്കം കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം കേരളത്തിലുണ്ടായ മുഖ്യമന്ത്രിമാരുടെ ചരിത്രം. നമുക്ക് സി പി എമ്മിൻ്റെ തന്നെ നല്ല മുഖ്യമന്ത്രിമാരെ ലിസ്റ്റുകൾ എടുത്ത് നോക്കിയാൽ നായനാരുണ്ടാവും, പിന്നെ ഒരു പരിധി വരെ വി എസ് അച്യുതാനന്ദൻ ഉണ്ടാവും, മുൻപുള്ള പല മുഖ്യമന്ത്രിമാരും ഉണ്ട്. അതുപോലെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരും ഒക്കെ ഭരിച്ചിട്ടുണ്ട്. ഒരിക്കൽ പോലും ഇത്രത്തോളം ഒരു വൃത്തികെട്ട ജനങ്ങൾ വെറുത്തൊരു ഭരണം കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അതിന് സി പി എമ്മുകാർ എത്ര സമ്മതിച്ചിട്ടില്ലെങ്കിലും അതാണ് സത്യം. ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കഴിഞ്ഞ ദിവസം ഈ വയനാട്ടിൽ ദുരന്തം ഉണ്ടായിരുന്ന സമയത്ത് മുഖ്യമന്ത്രി ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ആഹ്വാനം ചെയ്തു. ഈ സമയത്ത് ഈ ആഹ്വാനം ചെയ്യുന്ന ഫേസ്ബുക്കിലുള്ള പോസ്റ്റുകളായാലും യൂട്യൂബിലുള്ള പോസ്റ്റുകളായാലും എല്ലാത്തിനും താഴെ ഇതിനെതിരായിട്ടാണ് ജനങ്ങൾ സംസാരിക്കുന്നത്. അപ്പൊ സി പി എമ്മാർക്ക് വേണമെങ്കിൽ അവരെ ന്യായീകരിക്കാൻ വേണ്ടി പൊതുവെ ഈ ക്യാപ്സ്യൂളുകൾ ഇട്ട് നിരങ്ങുന്ന കൂട്ടരാണല്ലോ. അപ്പൊ ഇവർക്ക് ന്യായീകരിക്കാൻ വേണമെങ്കിൽ എന്ത് ചെയ്യാം? അത് മൊത്തം സുഡാപ്പികളും പിന്നെ സംഘികളും കൊങ്ങികളും പിന്നെ മൂരികളുമാണെന്ന് പറഞ്ഞിട്ട് എന്ത് പറയാ, രാഷ്ട്രീയപരമായിട്ട് അതിനെ എന്ത് ചെയ്യാം? അവർക്ക് പ്രതിരോധിക്കുക. പക്ഷെ സത്യം അതല്ല. 100 പേര് കമന്റ് ഇടുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ ഒരു പക്ഷേ 50 പേര് ചിലപ്പം രാഷ്ട്രീയമുള്ളവരായിരിക്കും. ബാക്കി ഈ നെഗറ്റീവ് കമന്റ് ഇടും. ഞാൻ കണ്ടതിലൊരു 100-ൽ 95 കമന്റും നെഗറ്റീവാണ്. ഈ പറയപ്പെട്ട 45 പേരും സാധാരണക്കാരാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. സോഷ്യൽ മീഡിയ ഫോളോ ചെയ്യുന്ന ഇത്തരം വിഷയങ്ങൾ കൃത്യമായിട്ട് പഠിക്കുന്ന സാധാരണക്കാരാണ്. പഴയ കാലമല്ല. പഴയ കാലത്ത് പല വിഷയങ്ങളും ജനങ്ങളിലേക്ക് എത്താൻ വൈകും, പല വിഷയങ്ങളും ഡിസ്കസ് ആകാൻ വൈകും. ഇപ്പോഴങ്ങനല്ല. ഇപ്പം ദൃശ്യമാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും വളരെ കരുത്തുള്ള സമയമാണ്. ഈ സമയത്ത് നിങ്ങൾ ഇത്തരം അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞാൽ ഇത് ജനങ്ങൾ വിലയിരുത്തും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. പെട്ടി വിവാദം ബൂമറാങ്കായി, മറ്റുള്ള വിവാദങ്ങൾ ഈ പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അവർ ഉന്നയിച്ചു, എല്ലാം ബൂമറാങ്കായി. പിന്നെ ഇപ്പൊ അവസാനമായിട്ട് സന്ദീപ് വാര്യറുമായിട്ട് ബന്ധപ്പെട്ട വിഷയം. സന്ദീപ് വാര്യർ, ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞത്, സന്ദീപ് വാര്യറെ ആദ്യം BJP വിടും എന്നുള്ള അഭ്യൂഹം വന്ന സമയത്ത് ആദ്യം പാർട്ടിയിലേക്ക് ക്ഷണിച്ചത് CPM ആണ്. അന്നില്ലാത്ത എന്ത് നിലപാട് മാറ്റാണ് അവർക്ക് ഇത്ര പെട്ടെന്ന് സംഭവിച്ച്? അന്നില്ലാത്ത എന്ത് വർഗീയതാണ് സന്ദീപ് വാര്യർക്ക് കൂടിയത്? ആ 4 ദിവസം മുമ്പുള്ള അതേ സന്ദീപ് വാര്യർ തന്നെയല്ലേ പിന്നീട് കോൺഗ്രസിലേക്ക് വന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതൊക്കെ ചിന്തിച്ച് പ്രവർത്തിക്കാനും രാഷ്ട്രീയമായി ചിന്തിക്കാനും കഴിവുള്ള സാധാരണക്കാർ ഇപ്പം നല്ല തോതിലുണ്ട്. ഒരു പക്ഷെ അവർക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിനോടൊരു പ്രത്യേക കൂറൊന്നും ഉണ്ടാവില്ല. പക്ഷെ അവർ വാർത്ത കാണുന്നുണ്ട്, വാർത്തയിൽ നടക്കുന്നത് അവർ അറിയുന്നുണ്ട്. സോഷ്യൽ മീഡിയ വഴിയും വാട്സപ്പ് വഴിയും നിങ്ങൾ പ്രചരിപ്പിക്കുന്ന നുണകൾ മാത്രമല്ല, അതിന്റെ പിന്നിലുള്ള സത്യങ്ങളും ഇവർ അറിയുന്നുണ്ട്. ഇപ്പൊ നിങ്ങളൊരു നുണ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ ഇപ്പുറത്ത് കോൺഗ്രസോ അല്ലെങ്കിൽ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളോ അതിനെ പ്രതിരോധിക്കാതെ മിണ്ടാതിരിക്കുന്നതാണ് നിങ്ങൾ വിചാരിച്ച്. അവർക്കറിയാതെ അതിനെ പ്രതിരോധിക്കാൻ അവർ പ്രയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഉന്നയിച്ച പെട്ടി വിവാദം, നിങ്ങൾ ഉന്നയിച്ച കാഫിർ വിവാദം, ഇപ്പൊ ഇന്ന് പത്രത്തിൽ ഉന്നയിച്ച കാര്യം, അതിലേക്ക് ഞാൻ വരാം. ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ ബൂമറാങ്ങായി വന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, പഴയ കാലമല്ല. നിങ്ങൾ പണ്ട് സന്ദേശം സിനിമയിൽ ശങ്കരാടി പറയുന്നത് പോലെ കഴിവുള്ള ചെറുപ്പക്കാരെ നമുക്ക് പെണ്ണുകേസിൽ കൊടുക്കാം എന്ന് പറയുന്നുണ്ട്. അതിൽ CPMന്റെ ആചാര്യനായിട്ടാണ് ശങ്കരാടി. നമുക്ക് എല്ലാവർക്കും ഒരു സന്ദേശം, നമ്മുടെ രാഷ്ട്രീയം പറയുന്ന ഏറ്റവും മികച്ച സിനിമകളൊന്നാണ്. രണ്ട് പാർട്ടികളെയും നല്ല രീതിയിൽ ട്രോളുന്ന സിനിമ. അതിൽ ശങ്കരാടി പറയുന്നത് പോലെ ആണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് രാഷ്ട്രീയം സംസാരിക്കാനല്ല, നിങ്ങൾക്ക് ജനങ്ങളുടെ വിഷയങ്ങൾ സംസാരിക്കാനല്ല, നിങ്ങൾക്ക് ഭരണവിരുദ്ധ വികാരത്തിനെ പറ്റി സംസാരിക്കാൻ കഴിയൂല. കാരണം അത് സംസാരിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഒരിക്കലും ഗുണം ചെയ്യില്ല എന്ന് നിങ്ങൾക്കറിയാം. ഈ പിണറായി വിജയനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളത് ചർച്ചയാവാൻ ആഗ്രഹിക്കാത്തത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം റഹീം പറഞ്ഞല്ലോ, ഇലക്ഷനിൽ എന്ത് ചർച്ച ചെയ്യണം എന്നുള്ളത് ഞങ്ങളാണ് തീരുമാനിച്ചത്, ഞങ്ങൾ തീരുമാനിച്ച പ്രകാരമാണ് പാലക്കാട് ചർച്ചകൾ നടന്നത്. അപ്പൊ നിങ്ങൾക്കൊരു അജണ്ട ഉണ്ടായിരുന്നു, സർക്കാരിനെതിരെയുള്ള വികാരങ്ങൾ ചർച്ച ആവരുത് എന്നുള്ളത്. അതിനുവേണ്ടി എന്തൊക്കെ കൂടോത്രങ്ങൾ, എന്തൊക്കെ കുടിലതന്ത്രങ്ങൾ ചെയ്യാൻ പറ്റും അതൊക്കെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞു. അപ്പൊ ഞാൻ വീണ്ടും പറയാം, പഴയ കാലമല്ല. ജനങ്ങൾക്ക് രാഷ്ട്രീയത്തിനോട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവർ ചിന്തിക്കുന്നുണ്ട്, അവർ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്, വളരെ അപ്ഡേറ്റ് ആവുന്നുണ്ട് ജനങ്ങൾ. കുറച്ച് പ്രായമുള്ള ആളുകളല്ലാത്ത നല്ല ശതമാനമുള്ള യുവാക്കളും യുവതി യുവാക്കളും കൗമാര പ്രായക്കാരും അടക്കമുള്ള
വയോജനങ്ങളല്ലാത്ത അധികം പ്രായമില്ലാത്ത ആളുകൾ ഈ സോഷ്യൽ മീഡിയയിൽ സജീവമായി നിൽക്കുന്ന ആളുകളൊക്കെ ഇത് മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ വിചാരിച്ച നിങ്ങൾ മാത്രമേ അമ്മമാർ ഞങ്ങൾ പറയുന്നതൊക്കെ ജനങ്ങൾ വിശ്വസിച്ചോളൂ. നിങ്ങൾക്ക് അത് ആ അഹങ്കാരം കിട്ടാൻ കാരണം ഈ പ്രാവശ്യത്തെ ഭരണം ഒരാവശ്യമില്ലാണ്ട് കിറ്റിനെയും കൊറോണ സമയത്തുള്ള PR വർക്കിന്റെയും ഇമേജിന്റെ പുറത്ത് ജനങ്ങൾ തലയും കുത്തി വീട്. അതിന് ശരിക്കും ജനങ്ങൾ ഇപ്പം പിന്നെ അക്കാര്യത്തിൽ അവർ പശ്ചാത്താപം ഉണ്ടാവും. കാരണം നിങ്ങൾ അന്ന് കാണിച്ചു കൂട്ടിയ ആ PR വർക്കിന്റെ പുറത്തും നിങ്ങൾ കൊടുത്ത കിറ്റിന്റെയും പുറത്തും മാത്രം കിട്ടിയ ഭരണം അന്ന് മൂക്കും കുത്തി വീണവരൊക്കെ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട്. പണ്ട് അന്തരിച്ചു പോയ ജോസഫിയൻ പറഞ്ഞതുപോലെ ഞാൻ അവരെ കുറ്റം പറയല്ല, അനുഭവിച്ചോ എന്ന് തന്നെ ഈ കാര്യത്തിൽ നമുക്ക് പറയാനുള്ളൂ. കാരണം ഭരണത്തിലേറ്റ് ആളുകൾ തന്നെയാണ് അനുഭവിക്കേണ്ടത്, വേറെ ആരും വരില്ല. അപ്പൊ ഇന്നുണ്ടായ വിഷയത്തിലേക്ക് വരാം. ഇന്നിപ്പോൾ എന്താ ഉണ്ടായത്? സുപ്രഭാതം പിന്നെ അതേപോലെ സിറാജ്, ഈ 2 പത്രത്തിൽ മാത്രം വർഗീയപരമായിട്ടുള്ള പരാമർശങ്ങൾ, പ്രത്യേകിച്ച് സന്ദീപ് വാര്യർക്കെതിരെയുള്ള ഈ വർഗീയ പരാമർശങ്ങൾ നിങ്ങൾക്ക് ഇലക്ഷൻ സ്റ്റണ്ടിന് ഉപയോഗിക്കാൻ തന്നെ പാടില്ല, ഒന്നാമത്തത്. ഇനി അതല്ല, നിങ്ങൾക്കത് ഉപയോഗപ്പെടുത്തണം എന്നാണ് ആഗ്രഹമെങ്കിൽ എന്തുകൊണ്ട് മറ്റുള്ള പത്രങ്ങളിൽ നിങ്ങളത് ചെയ്തില്ല? മറ്റുള്ള പത്രങ്ങൾ മനോരമ, മാതൃഭൂമി, മാധ്യമം, പിന്നെ ചന്ദ്രിക അടക്കമുള്ള ഒരുപാട് പത്രങ്ങൾ, തേജസ്, എന്തിന് നിങ്ങൾ സ്വന്തം പത്രം ദേശാഭിമാനി വരെ ഉള്ള കേരളത്തിൽ നിങ്ങൾ ഈ 2 പത്രങ്ങൾ മാത്രം എന്താ തിരഞ്ഞെടുത്ത്? ഉത്തരം പറയേണ്ടി വരും ഇതിനൊക്കെ. നിങ്ങൾ വിചാരിച്ചോ ഇത് കാണുന്ന ആളുകൾ വെറും തലേൻ്റെ അകത്ത് തലച്ചോറില്ലാത്ത AKG സെന്ററിലുള്ള പിന്നെ ബുദ്ധിയില്ലാത്ത അന്തംഗമ്മിലാണ്? ഒരു കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് വായിക്കുന്ന ജനങ്ങൾക്ക് ഒന്നാമത് പത്രവായന ഇപ്പോൾ പൊതുവേ കുറവാണ്. പത്രവായന എന്ന് പറയുന്നത് വളരെ ഇപ്പോൾ ഒരു വീട്ടിൽ പത്രം ഇടാണെങ്കിൽ അവിടെയുള്ള ഏറ്റവും കാരണവരായിട്ടുള്ള ആൾ മാത്രമേ വായിക്കുന്നുള്ളൂ പത്രം. എല്ലാവരും എല്ലാം അറിയുന്നത് ന്യൂസുകളിലൂടെയും സോഷ്യൽ മീഡിയയിലെയും ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റാഗ്രാം അടക്കമുള്ള വാട്സപ്പ് അടക്കമുള്ള സോഷ്യൽ മീഡിയയിലൂടെയാണ്. അപ്പോൾ ഈ പത്രം എന്ന് പറഞ്ഞ സാധനം ഒന്ന് ഈ യുവാക്കൾ വായിക്കുന്നില്ല. പക്ഷെ അവരിതിൻ്റെ നെഗറ്റീവ് ഇമ്പാക്റ്റാണ് അവരിലേക്ക് എത്താൻ പോകുന്നത്. നിങ്ങൾ കാണിച്ച തന്തയില്ലാ തരത്തിൻ്റെ നെഗറ്റീവ് ഇമ്പാക്റ്റ്. നിങ്ങൾക്ക് ഇത്തരം ഒരു പരസ്യം കൊടുത്തേ പറ്റുന്നുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എല്ലാ പത്രത്തിലും കൊടുക്കേണ്ടത്. എന്തിന്? സമസ്ത EK വിഭാഗത്തിൻ്റെ പേര് സുപ്രഭാതവും AP വിഭാഗത്തിൻ്റെ സിറാജും മാത്രം തിരഞ്ഞെടുത്തു. ഇനിയുണ്ടല്ലോ, മാധ്യമമുണ്ടല്ലോ, എന്താ അതിൽ വാർത്ത കൊടുക്കുക? അതും ഒരു സാമുദായിക പത്രമല്ലേ, സാമുദായിക സംഘടന നടന്ന പത്രമല്ലേ? ചന്ദ്രിക ഉണ്ടല്ലോ, എന്താ അതിൽ കൊടുക്കാതെ? അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ മാത്രം അമ്മമാർ, ബാക്കി ഈ കാണുന്നവരും കേൾക്കുന്നവരും ഇത് ചർച്ച ചെയ്യുന്നവരും ഒക്കെ പൊട്ടന്മാർ എന്ന് നിങ്ങൾ വിചാരിക്കണ്ട. എനിക്കിത്രേ പറയാനുള്ളൂ. നിങ്ങൾക്ക് ഈ ചെയ്തതൊക്കെ ബൂമറങ്ങായി ഭവിക്കും. എന്താണ് നിങ്ങൾ ഈ പരസ്യങ്ങൾ ഉദ്ദേശിച്ചത് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ചിന്താശേഷിയുള്ള ആൾക്കാരാണ് വോട്ട് ചെയ്യാൻ പോകുന്ന ആൾക്കാരെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നല്ലത്. എന്തെങ്കിലും ഒരു കാരണവശാൽ ഈ വോട്ട് വിഭജിച്ച് കഴിഞ്ഞാൽ അത് ഗുണം ചെയ്യാൻ പോകുന്നത് BJPക്ക് എന്നുള്ളതും നിങ്ങൾ ഓർത്താൻ നല്ലത്. ഒരിക്കലും ഈ ന്യൂനപക്ഷങ്ങൾ ഏതെങ്കിലും കാരണവശാൽ ഈ പത്രവാർത്ത ആരെങ്കിലും അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് പിന്നെ മുഖവിലൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വോട്ട് ഭിന്നിക്കാനേ സാധ്യതയുള്ളൂ. പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് കിട്ടാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് നഷ്ടം വരാനുള്ളത് നിങ്ങൾക്കോ UDFനോ അല്ല, കേരളത്തിലെ ജനതക്ക്. വർഗീയത മാത്രം പറയുന്ന BJP അധികാരത്തിൽ വരാനുള്ള സാധ്യത കൂടുതലാവുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഇന്ന് ചെയ്തത് വലിയൊരു തെറ്റാണ്. ഇതിന് നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി തന്നെ വരും. ഇത്ര ഞാൻ പറയുന്നുള്ളൂ. ജനങ്ങൾ മണ്ടന്മാരല്ല, ജനങ്ങളെ മണ്ടന്മാരാക്കാൻ പാടില്ല. ഇനിയും ഇത്തരം കുടിലതന്ത്രങ്ങളുമായി ഗൂഢതന്ത്രങ്ങളുമായി റഹീം അടക്കമുള്ള ടീം ഇറങ്ങുന്ന സമയത്ത് ഒന്ന് ചിന്തിക്കുന്നത്, ഇനിയുള്ള ഇലക്ഷനിലെങ്കിലും ചിന്തിച്ച് പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് കേരളത്തിൽ കുറച്ച് കാലം കൂടെ നിലനിൽക്കാൻ പറ്റും. എനിക്കത്രേ പറയാനുള്ളൂ. അപ്പോൾ വീണ്ടും കാണാൻ ശ്രമിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.